ഒന്ന് ഈ IVF ഇൻവിട്രോ ഫെർട്ടിലിറ്റി ഇതിൻ്റെ നിരക്ക് കൂടുകയാണ് അമേരിക്കയിൽ. ഇത് നിരക്ക് കൂടുകയാണെന്ന് പറഞ്ഞാൽ 45% കുട്ടികൾ ഈ IVF വഴിയാണ് ഇപ്പം അമേരിക്കയിൽ ജനിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട്. ഭയാനകമായ റിപ്പോർട്ടാണ്. കാരണം വേറെ ഒന്നുമില്ല, ഈ ഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നത് ശരിക്കും, അതായത് സാധാരണഗതിയിൽ കുട്ടികളില്ലാത്ത ആൾക്കാരാണ് ഈ IVF ട്രൈ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ IVF ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് പോയി പരിശോധന നടത്തി അവർക്ക് സാധാരണഗതിയിൽ നോർമലായിട്ടുള്ള ഇണചേരൽ കൊണ്ട് അവർ ഗർഭം ധരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ ഒരു പക്ഷേ കുറവ് ആണിനോ അല്ലെങ്കിൽ പെണ്ണിനോ ഏതൊരു കേസിലാവാം. ആ രീതിയിലുള്ള കപ്പിൾസാണ് ശരിക്കും ഈ IVF ക്ലിനിക്കിനെ അപ്രോച്ച് ചെയ്ത് അവർക്ക് എംബ്രിയോ ടെസ്റ്റ് ചെയ്ത് പരിശോധന നടത്തി അവർ ആർട്ടിഫിഷ്യലി ഒരു ഇൻസെമിനേഷൻ നടത്തിയിട്ട് ഒരു ഇങ്ങനെ ഗർഭം ധരിക്കുന്ന ഒരു ചികിത്സയുടെ പേരാണ് ഈ IVF എന്ന് പറയുന്നത്. പക്ഷേ ആ IVF ഇപ്പം ഭയങ്കര മോഡേണൈസ് ആയിട്ട് ഇത് ഭയങ്കരമായിട്ടുള്ള ബിസിനസ് മെത്തേഡിൽ ഇപ്പം നടക്കുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇത് ഭീതിപ്പെടുത്തുന്ന സംഭവമായിട്ട് ഇതിനെ പറയുന്നത് പറഞ്ഞാൽ, ഇതിൻ്റെ പരിശോധനകൾ 3 ഘട്ടങ്ങളിലായിട്ടുണ്ട്. PGT എന്ന് പറഞ്ഞാൽ പ്രീ ഇംപ്ലാന്റേഷൻ ജെനറ്റിക് ടെസ്റ്റിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. ഈ പ്രീ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് തന്നെ ഈ എംബ്രിയോ പരിശോധന നടത്തിയിട്ട് അതിലേക്ക് ഇൻസെമിനേഷൻ നടത്തുന്നതാണ്. ഇൻസെമിനേഷൻ നടത്തുന്നതിന് മുമ്പ് ഈ എംബ്രിയോ പരിശോധിക്കുന്നതിൻ്റെ പേരാണ്, ആ ഒരു ടെസ്റ്റാണ് ഈ PGT എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പം ഈ PGT-A ആണ് നോർമലി എല്ലാവരും ചെയ്യുന്നത്. അതാണ് ഇപ്പം ഈ IVF-ൻ്റെ ക്ലിനിക്കുകളിലെല്ലാം ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരു 35-40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ കുട്ടികളില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും അവർ ഈ OB ഗൈനക്കോളജിസ്റ്റ് അഡ്വൈസ് ചെയ്യുന്നതാണ് ഈ ഒരു ടെസ്റ്റ്, എംബ്രിയോ ടെസ്റ്റ് നടത്തിയേക്കാം, ഒരു ഹെൽത്തിയർ ബേബി വേണമല്ലോ എന്നുള്ള നിലയിൽ ഈ ഒരു ടെസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് PGT-A എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ്. ഈ PGT-A ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള എംബ്രിയോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പരിശോധനയാണ്. അപ്പം ആ ടെസ്റ്റിലൂടെ അവർ ഈ ജനറ്റിക്കലി ട്രാൻസ്മിറ്റഡ് ആകുന്ന ചില ഡിസീസസ് ഉണ്ട്, ചില അസുഖങ്ങൾ, ആ അസുഖങ്ങളെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് അപ്പോൾ ചില എംബ്രിയോസിൽ അങ്ങനെ ജനറ്റിക്കലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ആക്ടിവേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ജീൻ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്ന ഒരു ടെസ്റ്റും കൂടിയാണിത്. അപ്പം അങ്ങനെ സാധാരണഗതിയിലുള്ള ജനറ്റിക്സ്, സാധാരണഗതിയിലുള്ള അസുഖങ്ങളെയൊക്കെ തടയാനുള്ള രീതിയിലുള്ള പരിശോധന എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് അത്ര എഫക്റ്റീവ് അല്ല, സയന്റിഫിക്കലി പ്രൂവൻ അല്ല. ഈ ജനറ്റിക് ടെസ്റ്റ് എന്നുള്ളത് ആ രീതിയിൽ വികസിച്ചിട്ടില്ല. അതായത് ഹെൽത്തി അല്ല എന്ന് മുദ്ര കുത്തപ്പെടുന്ന പല എംബ്രിയോയും അവസാനം നല്ല രീതിയിലുള്ള റിസൾട്ട് കൊടുക്കാറുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലെസ്ബിയൻ കപ്പിൾ, അത് എത്ര പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഈ ലെസ്ബിയൻ കപ്പിൾ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഹോമോ ലെസ്ബിയൻ എന്ന് പറയുന്ന ഈ പ്രൈഡ് കാറ്റഗറിയിൽ വരുന്ന ഈ മഴവിലിൻ്റെ ആൾക്കാർ, ഇത് ആക്ച്വലായിട്ട് ഡൗൺ സിൻഡ്രോം ഉള്ള ആൾക്കാരുണ്ട്. അതിൽ 18 ട്രൈസോമി 21 ട്രൈസോമി എന്ന് വിളിക്കപ്പെടുന്ന സയന്റിഫിക്കലി ജനറ്റിക്കൽ ഇഷ്യൂ ഉള്ള ആൾക്കാരുണ്ട്. അവരാണ് യഥാർത്ഥ മഴവില്. ബാക്കി എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു, യെസ് എൻ്റെ രൂപമാണാണ് പക്ഷേ എൻ്റെ ഉള്ളിൽ പെണ്ണാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, എന്നെ കാണാൻ പെണ്ണാണ് പക്ഷേ ഞാൻ ആണാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെല്ലാം അവരുടെ ഇൻറ്റൻഷൻ എന്താണോ അതനുസരിച്ച് പെരുമാറുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം തന്നെ മിസ്യൂസ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതായത് പല സാഹചര്യങ്ങളിലും, അതായത് ടീനേജ് ആയിരിക്കുമ്പോഴത്തേക്കും ടെംപ്ടേഷൻ കൊണ്ട് ഇൻഫ്ലുവൻസ് ആയി അതിലേക്ക് മാറിപ്പോകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഫൈനാൻഷ്യലി വെൽത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാറിപ്പോകുന്ന ആൾക്കാരുണ്ട്. വീട്ടിൽ നിന്നും അവഗണന നേരിടുന്നത് കൊണ്ട് ആ സൊസൈറ്റിയിൽ പെടുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഈ സൊസൈറ്റിക്ക് വേണ്ടി തന്നെ ചില ആൾക്കാർ ജെൻഡർ ബയാസ്ഡ് അല്ലാതാവണം, അതുകൊണ്ട് ജെൻഡർ വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജെൻഡറിനെതിരെ തന്നെ നിലപാടെടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ചില ആൾക്കാർ പറയും ഞാൻ എൻ്റെ ജെൻഡർ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ നോൺസെൻസ് ആണ്. നിങ്ങളുടെ ജെൻഡർ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം, പറയണം. കാരണം അത് മറ്റുള്ളവർക്കും കൂടി അറിയാനുള്ളതാണ് നിങ്ങൾ എന്ത് ജെൻഡറാണുള്ളത്. അപ്പോൾ നിങ്ങൾ സൊസൈറ്റിയെ റെസ്പെക്ട് ചെയ്യണം. സൊസൈറ്റിയെ റെസ്പെക്ട് ചെയ്യാത്ത ആൾക്കാരാണ് ഈ ജെൻഡർ പുറത്ത് പറയാൻ താല്പര്യമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങളിപ്പോൾ ഈ ലെസ്ബിയനെ കുറിച്ചുള്ള റിസർച്ച് സ്റ്റഡീസ് ഒക്കെ നിങ്ങളെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പണ്ടൊക്കെ ഇത് ജനറ്റിക്കൽ ഡിസോർഡർ ആണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഒരു സ്പെസിഫിക് ജനറ്റിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഇതിനകത്ത് ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോഴും പോളിജീനോമിക് ആക്ടിവിറ്റി എന്നാണ് ഇപ്പോൾ അതിനെ പറയുന്നത്. അതായത് ഒരു കൂട്ടം ജീനുകളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു രസായന മാറ്റമാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ള കണ്ടെത്തലുകളാണ് ഇപ്പം നിലനിൽക്കുന്നത്. ലേറ്റസ്റ്റ് സ്റ്റഡിയൊക്കെ അതാണ് പറയുന്നത്. ജനറ്റിക്കിൽ തന്നെ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്ത് തീരുമാനമെടുക്കാനുള്ള ഒരു റിസർച്ച് ലെവലിൽ എത്തിയിട്ടില്ല, അത്രയും ഡെവലപ്മെന്റ് എത്തിയിട്ടില്ല. അതിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പ് തന്നെ ആയിരക്കണക്കിന് ഡോളേഴ്സ്, അതായത് 10,000-കണക്കിന് ഡോളേഴ്സ് ചിലവാക്കിക്കൊണ്ട് ഈ PGT-A ടെസ്റ്റിന് പകരം അഡീഷണൽ ടെസ്റ്റുകൾ ഇപ്പം അമേരിക്കയിൽ ഇൻട്രൊഡ്യൂസ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വിവാഹം കഴിക്കാനുള്ള താല്പര്യമില്ല, ആ താല്പര്യക്കുറവ്, അതാണ് പ്രധാനപ്പെട്ട കാരണം. പ്രത്യേകിച്ചും അവർ ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്ത് ചെറിയ പ്രായത്തിൽ, ഫോർ എക്സാമ്പിൾ ഒരു 22, 23, 24, ഒരു 30 ഇയേഴ്സിന് അല്ലെങ്കിൽ ലെസ് ദൻ 30 ഇയേഴ്സിൽ അവർക്ക് വിവാഹിതരാവാൻ താല്പര്യമില്ല, അവർക്ക് പ്രസവിക്കാൻ താല്പര്യമില്ല, അമ്മയാവാൻ താല്പര്യമില്ല, അവർക്ക് എൻജോയ് ചെയ്ത് അവരുടെ ലൈഫ് സ്പെൻഡ് ചെയ്യാനാണ് താല്പര്യം ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ജപ്പാനിലൊക്കെ സംഭവിച്ചത് അതാണ്. പോപ്പുലേഷൻ ഡിമിനിഷ് ആയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, അമ്മയാവാൻ താല്പര്യമില്ല, കുട്ടികളെ പോറ്റാൻ വയ്യ. ഈ സാഹചര്യത്തിലാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും, ആദ്യമേ യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ് ഈ പ്രതിസന്ധി വന്നത്. പിന്നീട് ഏഷ്യൻ സൈഡിൽ ജപ്പാൻ, കൊറിയ പോലത്തെ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ അതിൻ്റെ പുറകിലാണ്. ജപ്പാനിലൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് മാറിത്തീർന്നത് നീലചിത്രങ്ങളുടെ ആ ഒരു ഇൻഫ്ലുവൻസ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ ജപ്പാനിൽ വിനയായി തീർന്നത് എന്നുള്ളതാണ് സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത്. ആ രീതിയിൽ ഗ്ലോബലി തന്നെ പോപ്പുലേഷൻ ഡിമിനിഷ് ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്താണ്? പോപ്പുലേഷനാണ്. അപ്പം ഇന്ത്യയിലും
പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകൾക്കും ഇപ്പം ഇതേ രീതിയിലുള്ള ഒരു മാനസികാവസ്ഥ ക്രിയേറ്റ് ആയി വരുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് വിവാഹം കഴിക്കണ്ട, അതാണ് ഇപ്പോൾ പൊതുവിലുള്ള പ്രശ്നം. ഇപ്പം പയ്യന്മാരെല്ലാം തന്നെ ഇപ്പം പെണ്ണ് നോക്കിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് വിവാഹം കഴിക്കണ്ട, പെണ്ണുങ്ങളെല്ലാം സ്കിപ്പായി സ്കൂട്ടായി ഓടി നടക്കാണ്. സാമ്പത്തികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്, അതൊന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ ഇത് ഹ്യൂമൻ എക്സിസ്റ്റൻസ്, അതാണ് പ്രധാനമായിട്ട് നമ്മളുടെ ഒരു കൺസേൺ. ഈ അമേരിക്കയിലും വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ ഫോളോ ചെയ്യപ്പെടുന്ന ചില സംഭവങ്ങളൊക്കെ പിന്നീട് നമ്മുടെ രാജ്യത്ത് വന്ന് ഭവിക്കും. ഈ കൾച്ചർ വീണ്ടും ഇവിടെ അഡോപ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനത്തെ കൾച്ചറിൽ ഒന്നാണ് ഇപ്പം ഇങ്ങനെ എംബ്രിയോ സ്റ്റോർ ചെയ്ത് വെക്കുക, എംബ്രിയോ ഫ്രോസൺ ചെയ്ത് വെക്കുന്ന ഒരു പരിപാടി. ഈ എംബ്രിയോ ഫ്രോസൺ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 35 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഈ എംബ്രിയോ അത്ര ഹെൽത്തി ആയിരിക്കില്ല, ചില കുറവ്. അപ്പോൾ ആ എംബ്രിയോയിൽ ചില കുറവുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രധാനമായിട്ടും ഈ സ്റ്റഡി റിസർച്ചുകൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് പറഞ്ഞാൽ ഓട്ടിസം പോലത്തത്, സ്കീസോഫ്രീനിയ പോലത്തെ അസുഖങ്ങൾ, അതേപോലെ പലതരത്തിലുള്ള അസുഖങ്ങൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ ഡോക്ടേഴ്സിന്റെ സൈഡിലുള്ള കൺസേൺ എന്ന് പറഞ്ഞാൽ ഇത് 100% സക്സസ്ഫുൾ അല്ല. ഈ ജനറ്റിക് ടെസ്റ്റ് എന്നുള്ളത് ഒരു സാധ്യത മാത്രമാണ്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, എന്താണ് സാധ്യത? ജീനിന്റെ പോസിബിലിറ്റിയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മനുഷ്യന്റെ ശരീരത്തിൽ കോടാനുകോടി ജീനുകളുണ്ട്. ഈ ജീനുകളെല്ലാം തന്നെ ആക്ടിവേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഫോർ എക്സാമ്പിൾ, മുടി ഈ തൊലിപ്പുറത്ത് രോമം വളരുന്നത് ഒരു ജീനിന്റെ ആക്ടിവേഷൻ ആണ്. അപ്പം നിങ്ങൾ ചിമ്പാൻസിക്കും ഈ ജീനുണ്ട്, നമുക്കും ഈ ജീനുണ്ട്. ചിമ്പാൻസിയുടെ ജീൻ അതിന്റെ ക്ലൈമറ്റ് അനുസരിച്ച് അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം അത് ചിമ്പാൻസി വീട് വെച്ചല്ലോ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എക്സ്പോസ്ഡ് ആണ്, സൺലൈറ്റിലും അതിൽ കാടിലും മഴയിലും വെയിലത്തും എല്ലാം അത് എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ അതിന്റെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ജീൻ ഫുള്ളി ആക്ടിവേറ്റഡ് ആണ്. അപ്പോൾ അത് ജനിക്കുമ്പോൾ തന്നെ അത് എംബ്രിയോയിൽ തന്നെ ഇത് ആക്ടിവേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ചിമ്പാൻസിക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. പക്ഷേ അതേ ജീൻ നമ്മുടെ ശരീരത്തുണ്ട്, പക്ഷേ നമ്മളുടെ ജീൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്ലോ ഗ്രോത്ത് ആണ്, വളരെ നേരിയ തോതിലാണ് ഈ രോമങ്ങൾ ഉണ്ടാവുക. അപ്പം ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാ ജീനും നമുക്ക് ആക്ടിവേറ്റ് ആവത്തില്ല. അപ്പം ജീനുകളുടെ മാത്രം ടെസ്റ്റ് നടത്തിക്കൊണ്ട് എംബ്രിയോയെ മൊത്തത്തിൽ ഉപേക്ഷിക്കുന്ന പരിപാടി ഡോക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന ടെർമിനോളജി എന്ന് പറഞ്ഞാൽ ഡിസൈൻഡ് ബേബീസ് എന്നാണ്. ഡിസൈൻഡ് ബേബീസിനെ ഉണ്ടാക്കുന്ന ഒരു കൾച്ചർ രൂപപ്പെട്ട് വരുന്നുണ്ട്. ഈ ഡിസൈൻഡ് ബേബീസിനെ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് പണ്ട് ക്ലോണിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടെത്തിയ സമയത്ത് ക്ലോണിംഗ് വേണ്ട എന്ന് നിരോധിച്ചിരുന്നത്. അപ്പം ഇതിനകത്ത് ടെക്നോളജി നമ്മുടെ ജീവിതത്തിനെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതിലുപരിയായിട്ട് ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ പാരന്റ്ഹുഡ്, അതായത് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഇടയിലുള്ള ഒരു ബോണ്ടിങ്, ആ ബോണ്ടിങ് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണിത്. അത് അങ്ങനെ തന്നെയാണ് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു കുട്ടി ജനിക്കുന്നതിൽ നിന്നും ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പാരൻസിന്റെ ഇൻവോൾവ്മെന്റ് അവിടെ ഉണ്ട്. അപ്പോൾ അത് ശരിക്കും എൻജോയ് ചെയ്ത് ആ ഒരു മൊമെന്റിലൂടെ കടന്നു പോകുന്ന ഒരു സംഗതിയാണ്. മനുഷ്യനൊരു ഇമോഷണലി ബോണ്ടഡ് ആയിട്ടുള്ള ഒരു അനിമലാണ്. അപ്പോൾ ഈ ഇമോഷനാണ് ഏറ്റവും കൂടുതൽ മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. അപ്പോൾ ഇമോഷൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നത്? കളക്റ്റീവ് ഓഫ് ഇമേജസ്. ഈ കളക്റ്റീവ് ഓഫ് ഇമേജസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറിൽ നിങ്ങൾ കാണുന്ന ഓരോ വിഷയങ്ങളും പിക്ചറായിട്ടാണ് നിങ്ങളുടെ തലച്ചോറ് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പിക്ചറും നിങ്ങൾക്ക് ഫോട്ടോ ഫ്രെയിംസ് ആണ്. ഈ ഫോട്ടോ ഫ്രെയിംസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ തലച്ചോറിൽ ഒരുപാട് ഫോട്ടോ ഫ്രെയിംസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഓർമ്മയുള്ളതും ഓർമ്മയില്ലാത്തതുമായിട്ടുള്ള ഫോട്ടോ ഫ്രെയിംസ്. അതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ സാധിക്കും, ചിലത് നിങ്ങൾക്ക് കണ്ടാൽ മാത്രമേ പിന്നീട് അത് റീകോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു 10-50-60 വയസ്സിൽ നിങ്ങൾ ചെറുപ്പകാലത്ത് കണ്ട ഒരു പാട്ട് നിങ്ങൾ ജീവിതത്തിലുടനീളം പിന്നെ കേട്ടിട്ടേ ഉണ്ടാവില്ല. പക്ഷേ ഒരു 50-60 വയസ്സ് കഴിഞ്ഞിട്ട് ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഓർമ്മ, ഓർമ്മയാണ് വരുന്നത്? ആ പാട്ട് ആദ്യമായിട്ട് കേട്ട ആ ഒരു സമയം, അതിനോട് ചേർന്നിരിക്കുന്ന ഓർമ്മകൾ, അപ്പോഴും നിങ്ങളുടെ ബ്രെയിനിൽ വരുന്ന കുറേ ഇമേജസ്, കുറേ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരുടെ രൂപങ്ങൾ, ഇപ്പം ജീവിച്ചിരിക്കുന്നവരാവാം ഇല്ലെങ്കിൽ മരിച്ചു പോയവരാവാം. അങ്ങനെ ഓർമ്മകളുടെ ഒരു കലവറയാണ് ഈ തലച്ചോറ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇമോഷണലി മുന്നോട്ട് പോകുന്ന ഒരു സൊസൈറ്റിയാണ് ഈ ഹ്യൂമൻ ബീയിങ്സ്, ഈ ഹോമോസാപ്പിയൻസ്. അപ്പോൾ ഈ ഹോമോസാപ്പിയൻസിൻ്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് ഉണ്ട്. ആ ബ്രീഡിങ്ങിനെ തകിടം മറിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പ്രവർത്തികൾ കുട്ടികൾ ചിന്തിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ മോഡേൺ ഏജിലെ ആൾക്കാർ ചിന്തിക്കുന്നത് അവരുടെ കൺവീനിയൻസിന് വേണ്ടി ചിന്തിക്കുന്നത്. പക്ഷേ ആ കൺവീനിയൻറ്റ് എത്രമാത്രം അഡോപ്റ്റ് ചെയ്യാൻ പറ്റും സൊസൈറ്റിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കാശുള്ളവരൊക്കെ ഇപ്പോൾ ഇത് ചെയ്യാൻ തന്നെ തീരുമാനിച്ച് മുന്നോട്ട് പോയിരിക്കുകയാണ്. മനസ്സിലായി? അതായത് IVF എന്ന് പറയുന്നത് ഒരു ഇൻവിട്രാ ഫെർട്ടിലൈസേഷനിലൂടെ കുട്ടികളെ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ചികിത്സാ പദ്ധതിയാണ്. ആ ചികിത്സാ പദ്ധതി ഇന്ന് ഹൈ ലെവലിലുള്ള ആൾക്കാർ അത് ഉപയോഗിച്ചുകൊണ്ട് പ്രസവം ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുകയാണ് കാര്യങ്ങൾ. കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കഷ്ടപ്പെട്ട് വേദനിച്ച് പ്രസവിക്കേണ്ടതില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ. പ്രീ ഇൻസെമിനേഷൻ ജനറ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് A എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അതേപോലെ PGT-M എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അതേപോലെ PGT-P എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഈ PGT-P ആണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഈ PGT-P നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. ഈ PGT-P എന്ന് പറഞ്ഞാൽ അതാണ് ഒരുപാട് രോഗങ്ങൾ, അതായത് ഓട്ടിസം പോലത്തെ പല പരിപാടികളെയും തടയാൻ സാധിക്കും എന്നാണ് ഇതിൻ്റെ അവകാശവാദം. പക്ഷേ പ്രൂവ്ഡ് അല്ല. പക്ഷേ ഈ ടെസ്റ്റ് ചെയ്യാൻ $10,000-ലധികം, ഏതാണ്ട് $20,000 അധികം കൊടുക്കണം. അതായത് ഒരു IVF ട്രീറ്റ്മെന്റിന് തന്നെ ലക്ഷങ്ങളോളം ചിലവുണ്ട്. അപ്പോൾ അതിലുപരിയായിട്ട് ഇപ്പോൾ ടെസ്റ്റ് എന്നുള്ള പേരിൽ അഡീഷണൽ ആയിട്ടുള്ള ഇൻകം, ഈ ചൂഷണമാണ്. ആ രീതിയിലുള്ള ചൂഷണമാണ് ഈ IVF-ൽ നടക്കുന്നത്. അപ്പോൾ ഈ IVF-ൽ നടക്കുന്ന ചൂഷണം ശരിക്കും സൊസൈറ്റിക്കും കൂടി വേണ്ടാത്തൊരു വിഷയമാണ് എന്നാണ് ചിലരുടെ വാദം. പക്ഷേ ഇത് ഇഷ്ടപ്പെടുന്ന കുറച്ച് സ്ത്രീകൾ, അഥവാ ഈ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഫെമിനിസ്റ്റ് ടീമുകൾ, ഇവരെല്ലാം തന്നെ എന്താണ് പറയുന്നത് പറഞ്ഞാൽ, അതായത്
പ്രീ ഇൻസെമിനേഷൻ ജനറ്റിക് ടെസ്റ്റിനെ നിരോധിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് മേൽ ഷോവിനിസ്റ്റ് സൊസൈറ്റിയെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആണുങ്ങളുടെ താല്പര്യമാണ് ഈ PGTP ടെസ്റ്റ് നിരോധിക്കാൻ ആവശ്യപ്പെടുന്നത്. ഇതുകൊണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ ആണുങ്ങളുടെ ആവശ്യമില്ല എന്നുള്ളതാണ് ഈ ഒരു ടെസ്റ്റ് കൊണ്ട് പറയുന്നത്. ആണുങ്ങളുടെ ആവശ്യമില്ല, കുറച്ച് സെമൻ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി, കഴിഞ്ഞ്. അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള ആണുങ്ങൾ മതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ 35 വയസ്സ് വരെയൊക്കെ സെമൻ്റെ കണ്ടീഷൻ ഗുഡ് കണ്ടീഷൻ ആയിരിക്കും. ഈ 40 വയസ്സിന് ശേഷം പ്രൊഡക്ടിവിറ്റിയിൽ കുറവുണ്ടാവും. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റിയിൽ കുറവുണ്ടാവും. ഇന്നത്തെ ഒരു കാലാവസ്ഥ, ഫുഡ്, അതേപോലെ തന്നെ ഈ കമ്പ്യൂട്ടേഴ്സിൻ്റെ മുന്നിലിരുന്നുള്ള ജോലി, അതേപോലെ പല ഗാഡ്ഗറ്റ്സും മടിയിൽ വെച്ച് ഉപയോഗിക്കുന്നതിന്, ലാപ്ടോപ്പ് പോലത്തെ ഗാഡ്ഗറ്റ്സുകൾ മടിയിൽ വെച്ച് ഉപയോഗിക്കുന്നതിൻ്റെ ദൂഷ്യഫലങ്ങൾ, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഈ സെമൻ പ്രൊഡക്ഷനിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിലാണ് ശരിക്കും ഏജ്ഡ് കപ്പിൾസ് പോകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് ഡോക്ടേഴ്സ്. പക്ഷെ അവിടെ വേണ്ടാത്തൊരു ടെസ്റ്റായിട്ട് മാറുകയാണ് ഈ PGTP എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ടെസ്റ്റ്. അതിനെക്കുറിച്ചുള്ള കൺസേൺ ആണ് US ഡോക്ടേഴ്സ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഈ കൺസേൺ രേഖപ്പെടുത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണം കൾച്ചർ ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഈ മഴവിൽക്കാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫാമിലി കൾച്ചർ ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് നിങ്ങൾ വളഞ്ഞു തിരിഞ്ഞ് മൂക്ക് പിടിച്ച് എങ്ങനെ വന്നാലും ഒരു കൾച്ചർ ഡിസ്ട്രോയ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് ഈ ഫാമിലി കൾച്ചർ എന്നുള്ളത്. അത് എന്തുകൊണ്ടായാലും, ഡിസിപ്ലിൻ ആയാലും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടായാലും ഈ ഫാമിലി കൾച്ചർ വളരെ നല്ലതാണ്. അത് പലതവണ പ്രൂവ് ചെയ്യപ്പെട്ടതാണ്. അതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഈ രീതിയിലുള്ള പുതിയ പുതിയ ഇൻവെൻഷൻസ്, ടെക്നോളജിയുടെ ഇന്റർഫെറൻസ് മനുഷ്യന്റെ ലൈഫിലേക്ക് ഇങ്ങനെ വന്ന് പോകുന്നത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ IVF ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുകയാണ് ഈ റിസർച്ചുകളൊക്കെ. എന്ത് റിസർച്ച് എന്ന് പറഞ്ഞാൽ ജീൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട രീതിയിലുള്ള എഡിറ്റിംഗ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 25 വർഷം കഴിയുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞാൽ, ആണുങ്ങളൊക്കെ അവർക്ക് ഫ്രീഡം വേണമെന്ന് പറഞ്ഞിട്ട് അവരൊരു സൈഡിൽ ഇങ്ങനെ ജീവിക്കും, പെണ്ണുങ്ങളൊക്കെ അവർക്ക് ഫ്രീഡം വേണമെന്ന് പറഞ്ഞിട്ട് അവരൊരു സൈഡിൽ ഇങ്ങനെ ജീവിക്കും. ഇവർക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കേണ്ട, കാരണം രണ്ടും രണ്ട് ക്യാരക്ടറാണ്. ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ വയ്യ. ഒരു രീതിയിലുള്ള ഗിവൻ ടേക്കോ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കോ തയ്യാറാവാതെ എനിക്ക് എൻ്റെ ജീവിതം, നിനക്ക് നിന്റെ ജീവിതം, രണ്ടുപേർക്കും ജോലി ചെയ്യണം. അപ്പോൾ അവരും സമ്പാദിക്കും, ആണുങ്ങൾ സമ്പാദിക്കുന്നുണ്ട്, പെണ്ണുങ്ങൾ സമ്പാദിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ നായാടി ജീവിക്കേണ്ട സാഹചര്യത്തിലല്ല ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിൽ പവർ വേണ്ട ആവശ്യമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫിസിക് കപ്പാസിറ്റി വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫിസിക് കപ്പാസിറ്റി ഉള്ളത് ആണിനാണ്. അപ്പോൾ ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ കാട്ടുജോലിക്ക് പോകുന്നത്. അതുകൊണ്ട് പെണ്ണുങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു ഏർപ്പാടായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ്. പെണ്ണിന് അവരുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കണം, ആണുങ്ങൾക്ക് ആണിന്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കണം എന്നുള്ള സൊസൈറ്റിയാണ് ഇപ്പം പൊതുവിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഇവർക്ക് കുട്ടികളെ വേണം വെച്ചാൽ ചിലർക്ക് കുട്ടികളെ വേണം, ചിലർക്ക് കുട്ടികളെ വേണ്ട. മോസ്റ്റ് ഓഫ് ദ അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ കുട്ടികളെ വേണ്ട എന്നുള്ള സാഹചര്യമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ കല്യാണം വേണ്ട, അവർക്ക് കുട്ടികളും വേണ്ട. നമ്മുടെ നാട് മാത്രമല്ല, മൊത്തത്തിൽ ഒരു ആഗോളതലത്തിൽ ഇപ്പോൾ ഇതാണ് ഒരു ചിന്താഗതി. അതിന്റെ റിഫ്ലക്ഷനാണ് പല രാജ്യങ്ങളിലും പോപ്പുലേഷൻ ഡിമിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എംബ്രിയോ ക്ലിനിക്കുകളാണ് ഇനി ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പോകുന്നത്, എംബ്രിയോ ക്ലിനിക്കുകൾ. കാരണം സ്ത്രീകൾക്ക് 30 വയസ്സിന് താഴെ തന്നെ അവരുടെ എഗ്ഗ് അഥവാ അവരുടെ എഗ്ഗ് അഥവാ എംബ്രിയോ അവർക്ക് എടുത്ത് ഫ്രോസൺ ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് 40 45 വയസ്സിൽ ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. ആ സമയത്ത് അവർക്ക് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനിലൂടെ ആ 30 വയസ്സിന് മുമ്പ് ഇവർ ഫ്രോസൺ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു എഗ്ഗ് എടുത്ത് ഇവർക്ക് അൺഫ്രീസ് ചെയ്ത് അതിൽ നിന്നും കുട്ടിയെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ടെക്നോളജി. ഇതിനെക്കുറിച്ചാണ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കാന്ന് പറഞ്ഞാൽ, ഈ ഞാൻ പറഞ്ഞുകൊണ്ടല്ലോ, ഈ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഒരു ബന്ധം, ആ ബന്ധമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ എലോൺ മസ്കിന്റെ കമ്പനിയൊക്കെ ആർട്ടിഫിഷ്യൽ യൂട്രസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എംബ്രിയോ ഇവരൊക്കെ ഇത് മുൻകൂട്ടി കാണുന്നുണ്ട് ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത്. അല്ലാതെ ഇപ്പം നമ്മൾ തോന്നരുത് ഇപ്പം ഈ എലോൺ മസ്കിന് എന്ത് ഭ്രാന്താണോ, ആർട്ടിഫിഷ്യൽ യൂട്രസ് ആർക്കാണ് ആവശ്യം, ആരാണ് അതൊക്കെ എടുത്ത് പ്രസവിക്കാൻ പോകുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കാണ് ബുദ്ധിയില്ല എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇതേപോലത്തെ രീതിയിൽ എംബ്രിയോ ഫ്രോസൺ ചെയ്ത് വെച്ചിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ഇലോൺ മസ്ക് ഗർഭപാത്രം തരും, നമുക്ക് അവിടെ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇതേപോലത്തെ വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി ആണുങ്ങളുടെ കാര്യം അധോഗതി. ആണുങ്ങളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആണുങ്ങൾ ഇങ്ങനെ ജിമ്മിലൊക്കെ പോയി ബോഡി ബിൽഡിംഗ് അവർ ജോലിയൊക്കെ ചെയ്യും. ഇതേപോലെ ജിമ്മിലൊക്കെ പോയിട്ട് ബോഡി ബിൽഡിംഗ് ഒക്കെ ആയിട്ട് നല്ല 6 പാക്കും 8 പാക്കൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ റെഡിയാക്കി ഈ എംബ്രിയോ ക്ലിനിക്സിൽ തന്നെ ഇവരുടെ ഫോട്ടോസും ഇവരുടെ പ്രൊഫൈൽ, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട്, ഇവരുടെ കുടുംബ പശ്ചാത്തലം, ആൻസസ്ട്രിക്കൽ ഹിസ്റ്ററി, ഇവരുടെ ആൻസസ്റ്റർ ഹിസ്റ്ററി, ആ ഫാമിലി ട്രീയുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ എഴുതി, ഈ ജാതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി ഇന്ന ഗോത്രത്തിൽ ഇങ്ങനെ വന്നതാണെന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ചരിത്രം എഴുതിക്കൊണ്ട് അവരുടെ സ്പേം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടാവും. അപ്പം സ്ത്രീകൾ പോയിട്ട് ഈ സ്പേം സെലക്ട് ചെയ്യും. ഓക്കെ എനിക്ക് ഇന്ന ആളുടെ സ്പേം മതി എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് അവർ അതിനൊരു പ്രൈസ് ഉണ്ടാവും. ആ പ്രൈസ് കൊടുത്ത് സ്പേം വാങ്ങിച്ച് ഫ്രോസൺ ചെയ്ത് വെച്ചിരിക്കുന്ന എംബ്രിയോയിൽ ഇവർ ഇൻസെമിനേഷൻ ചെയ്യും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറാൻ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടെക്നോളജി ഡെവലപ്മെന്റ്, പ്രത്യേകിച്ച് ഹ്യൂമൻ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്ന ഒരു ഡെവലപ്മെന്റ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉടനീളം
സംസാരിച്ചത്. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ടെക്നോളജി നല്ലതാണോ മോശമാണോ എന്നല്ല ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതിലുപരിയായിട്ടൊരു ചോദ്യമുണ്ട്. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ബോണ്ടിങ്ങിന് ഇത് നല്ലതാണോ? ആ ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ ആഗ്രഹിക്കുന്നത്. ചോദ്യങ്ങളിൽ ഏത് ചോദ്യത്തിനാണ് പ്രാധാന്യം കൂടുതൽ എന്നുള്ളത് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. അമേരിക്കയിൽ തന്നെ ഓർക്കിഡ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് ഈ എംബ്രിയോളജിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ് അഭിപ്രായപ്പെടുന്നത്, ഒരു എംബ്രിയോയിൽ ഏതെങ്കിലും തരത്തിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ തന്നെയും അത് ഡെവലപ്പായി വരുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും ഇതേ രീതിയിൽ തന്നെ ആ ഒരു ഡിഫക്റ്റ് ഉണ്ടാവണം എന്നില്ല. അങ്ങനെ പഠനങ്ങൾ തെളിയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ശരിക്കും ഈ എംബ്രിയോ ടെസ്റ്റ് തന്നെ ആവശ്യമില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. എംബ്രിയോ ടെസ്റ്റ് നടത്തിയത് കൊണ്ടല്ലല്ലോ ഇത്രത്തോളം ജനസംഖ്യ വർദ്ധിച്ചത്. എനിവേ അതൊരു സൈഡിൽ നിൽക്കട്ടെ. ഇപ്പോൾ ഇതിനകത്ത് ഒരു പോസിറ്റീവ് പോയിന്റ് എന്ന് പലരും ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഓട്ടിസം, സ്കീസോഫ്രീനിയ പോലത്തെ പല അസുഖങ്ങൾ തടയാൻ സാധിക്കും എന്നുള്ള ഒരു റോങ് പെർസെപ്ഷൻസ് ഈ ടെസ്റ്റ് നടത്തുന്ന ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് വരുമാനം ഈടാക്കുന്ന ക്ലിനിക്കുകളോ വരുത്തി തീർക്കുന്നുണ്ട്. ഈ IVF ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന കപ്പിൾസ് പോയി പെടുന്നതാണ് ഈ ഒരു ട്രാപ്പിൽ. ആ ട്രാപ്പിലാണ് ഏറ്റവും കൂടുതൽ പൈസ അവിടെ നഷ്ടപ്പെടുന്നത് എന്നുള്ള ഒരു ക്ലെയിമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. ഇത് ശരിക്കും അമേരിക്കയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ലൈം ലൈറ്റിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഞാനത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു കോമൺ ടോപ്പിക് എന്നുള്ള നിലയിൽ എടുത്ത് ചർച്ച ചെയ്തതാണ്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള പോസിറ്റീവ് സൈഡ് ഉണ്ടാവും, അതേപോലെ നെഗറ്റീവ് സൈഡ് ഉണ്ടാവും. പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഏത് തരത്തിലുള്ള അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതൊരു ഹെൽത്തി ഡിസ്കഷനായിട്ട് മാറും. എൻ്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങൾ കമന്റിലൂടെ നിങ്ങൾ എന്നെ അറിയിക്കുന്നതാണ്. അപ്പോൾ അത് എനിക്ക് മാത്രമല്ല, നമ്മളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ അത് പ്രയോജനകരമാവും. കുട്ടികളില്ലാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ആശ്വാസമാകാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് IVF. ആ IVFനെ ഇന്ന് പ്രൊമോട്ട് ചെയ്ത്, അതായത് വിവാഹം കഴിക്കാനും അതേപോലെ കുട്ടികളെ പ്രസവിക്കാനും താല്പര്യമില്ലാത്ത ഹൈബ്രിഡ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് അവർക്ക് കംഫർട്ട് സോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് IVF എന്ന് പറഞ്ഞ ഈ ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് മാറി തീർന്നിട്ടുണ്ട്. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ട്രംപിന്റെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.